ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയം ഒരു പ്രാവശ്യം കൂടി നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പോകുകയാണല്ലോ. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങുന്ന ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നിമിഷത്തിൽ മഹാദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. വചനം തരുന്ന കർത്താവിന് സ്തുതിയും സ്തോത്രവും എല്ലാം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചന കേൾവിയും നമ്മുടെ ജീവിതത്തിന് ഉത്സാഹം വർദ്ധിപ്പിക്കാൻ, ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാടുമെല്ലാം അധികമാകാൻ, കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് പൂർണ്ണമായൊരു നിശ്ചയത്തിലെത്താൻ ഉതകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം 19-ാം വാക്യം. ഞാനോ നിന്നെ ദത്തെടുത്തു, നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടതിന് എങ്ങനെയെന്ന് വിചാരിച്ചു. നീ എന്നെ എൻ്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയില്ല എന്നും ഞാൻ വിചാരിച്ചു. സുന്ദരമായ വചനം. ഈ വചനം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹലാളന, ഒരപ്പൻ്റെ ആർദ്രത, കരുതൽ, ഇതിനകത്ത് ഒരു ചാറൽ മഴ പെയ്ത് നനഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ പോലെ കുളിർമയേകിപ്പോയി ഈ വാക്യം വായിച്ചപ്പോൾ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ വാക്യത്തെ ശ്രദ്ധിച്ചോ? ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുക, അബ്രഹാം എന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ ഒരു വലിയ സംഘമായി തീർന്നു. അസാധാരണമായിരിക്കുന്ന സ്നേഹമാണ് ദൈവത്തെ അനുസരിക്കുന്ന ഒരു മനുഷ്യനോടും അവൻ്റെ മക്കളോടും ദൈവത്തിന്. ഞാൻ ഈ വേദപുസ്തകത്തിൽ നിന്ന് അത് പഠിച്ചത് കേട്ടോ, എല്ലാവരും കേട്ടോ. ഭയങ്കര പ്രതിബദ്ധതയും കടപ്പാടുമാണ്. ഒരുവൻ ദൈവം വിളിക്കുമ്പോൾ വിളി കേട്ടാൽ, ദൈവത്തെ സംശയിക്കാതിരുന്നാൽ, ദൈവത്തെ അനുസരിച്ചാൽ, ദൈവം വിളിക്കുമ്പോൾ ഇറങ്ങി വന്നാൽ അവരോട് ദൈവത്തിന് എത്ര സ്നേഹമാണെന്ന് പ്രസംഗിച്ച് ഫലിപ്പിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്നേഹമാണ് അബ്രഹാമ്യ സന്തതികളോട്, അത്രയ്ക്ക് സ്നേഹമാണ്. അപ്പം അവരെ ചൊല്ലി പറഞ്ഞിരിക്കുന്നൊരു വാക്കാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമിയിലെ ഏറ്റവും മനോഹര ദേശം, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അവകാശമായി ആ ദേശത്തെ എങ്ങനെ നിനക്ക് തരും? ഞാനോ നിന്നെ ദത്തെടുത്തു, നിന്റെ ജാതികൾക്ക് അത് അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം. ആ വാക്കുകൾ കണ്ടോ? അതിഭംഗിയായ മനോഹര ദേശം എങ്ങനെ നിനക്ക് തരും എന്ന് ഞാൻ വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയൊക്കെ ദൈവത്തിൻ്റെയാണ്. ആരെ ഇറക്കി വിട്ടിട്ടും ആരെ അവിടെ കയറ്റിക്കിടത്താനും ദൈവത്തിന് അധികാരമുണ്ട്. പക്ഷെ ദൈവം എന്ന പദവിയിലിരിക്കുമ്പോൾ അതിൻ്റേതായ ന്യായവും നീതിയൊക്കെ ഉണ്ട്. കനാൻ്റെ മണ്ണ്, ഇസ്രായേലായിരിക്കുന്ന ആ പ്രദേശം വലിയ തർക്കഭൂമിയാണ്. അത് കനാന്യരുടേതായിരുന്നു. അതാണ് അതിനെ കനാൻ ദേശം എന്ന് പറയുന്നത്. ഫിലിസ്തീനരുടേതായിരുന്നു. അതുകൊണ്ടാണ് അതിനെ പലസ്തീൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കനാന്യരും ഫിലിസ്തീനുമൊക്കെ ആയിരുന്ന അവർ ഭൂമിയുടെ ഏറ്റവും മധ്യഭാഗത്തെ ഏറ്റവും മനോഹരവും അതിഭംഗിയുമുള്ളതുമായിരിക്കുന്ന ദേശം കൈവശം വെച്ചുകൊണ്ടിരിക്കുക. ദൈവം ആഗ്രഹിച്ചു, എന്നെ അനുസരിച്ച് ഇറങ്ങി വന്നവൻ്റെ മക്കൾക്ക് ആ ഏറ്റവും മനോഹരമായത്, ഭംഗിയുള്ളത് അവർക്ക് കൊടുക്കണം. പക്ഷേ ചുമ്മാ അങ്ങ് ദൈവം വന്നിട്ട് JCB കൊണ്ട് വന്നിട്ട് ചേരിപ്രദേശങ്ങൾ നിരത്തുന്നത് പോലെ കർത്താവിന് നിരത്താൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം എങ്ങനെ അത് നിനക്ക് തരാമെന്ന് വിചാരിച്ചു. ഈ വിഷയം ലോകത്തിൽ ഭയങ്കര തർക്ക വിഷയമാണ്. ഭയങ്കരമായിരിക്കുന്ന വിവാദമായിരിക്കുന്ന ചർച്ചയും ഒക്കെ വലിയ പരിപാടികളൊക്കെ നടന്നത് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ അത് അവരുടെയല്ലേ, അവരുടെ പിതാക്കന്മാരുടെയല്ലേ, അത് ഇവർ വന്ന് കയറി പിടിച്ചിട്ടല്ലേ, ദൈവം കൊടുത്തെന്ന് നിങ്ങൾ പറയുന്നതല്ലെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രവാദ ചർച്ചകളൊക്കെ ഈ ചാനലിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, എന്തുമാകട്ടെ. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം ഇരുന്ന് വിചാരിക്കുകയാണ്, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചൊക്കെ ഈ വിചാരമുണ്ട് ദൈവത്തിന്. എന്താ വിചാരിക്കുന്നേ? നിന്നെ ഏറ്റവും മാന്യമായ ഒരു സ്ഥാനത്ത് എങ്ങനെ കൊണ്ടുപോയി പാർപ്പിക്കും? ഈ അതിമനോഹരമായ, ഈ സുന്ദരമായ, ഈ അതിഭംഗിയുള്ള അവകാശം നിനക്കെങ്ങനെ തരും?
ചുമ്മാ അങ്ങ് വന്നിട്ട് നിനക്ക് തീരെഴുതി തരാൻ പറ്റില്ലെന്നേ. നിന്നെ അതിന് ഒരുക്കണം. അവർക്ക് ന്യായമായത് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇത് നടക്കത്തുള്ളൂ. അപ്പോൾ ദൈവം വിചാരിക്കുന്നു, ഞാനിത് ചിന്തിക്കുമ്പോൾ മറുഭാഗത്ത് ചിന്തിക്കുക. ഒരു ഭാഗത്ത് നിന്നെ എങ്ങനെ ഇല്ലാതാക്കാം, നിന്റെ കിടക്കാടത്തിൽ നിന്ന് എങ്ങനെ ഇറക്കി വിടാം, ദൈവം നിന്നെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്ന നാട്ടിൽ നിന്ന് നിന്നെ എങ്ങനെ കെട്ടുകെട്ടിക്കാം, നീ കണ്ണുനീരോടെ ദൈവം നിനക്ക് അവകാശമായി തന്നിരിക്കുന്ന മനോഹര മണ്ഡലത്തിൽ നിന്ന് നിന്നെ ഇല്ലാതാക്കാൻ എന്താ വഴി എന്ന് ദുഷ്ടപിശാചും കൂട്ടരും ആ പിശാചിൻ്റെ കയ്യാളുകളായി നിൽക്കുന്നവരും കൂടെ ഒരുപാട് ഗൂഢാലോചനകൾ നടത്തി അണ്ടർഗ്രൗണ്ട് വർക്കുകൾ നടത്തുമ്പോൾ നിന്നെ കാലേ പിടിച്ച് വലിച്ചതിടാൻ, നീ തകർത്ത് കളയാൻ, നിന്നെ ഇവിടുന്ന് രാത്രിക്ക് രാത്രി കെട്ടുകെട്ടിക്കാൻ പിശാചും കൂട്ടരും ഒരു വലിയ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം വിചാരിക്കുകയാണ്, നിന്നെ കുറേയും കൂടി ഭംഗിയോടെ, മാന്യതയോടെ, മഹത്വത്തോടെ, മനോഹര സ്ഥാനത്ത് എങ്ങനെ നിർത്താം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പിള്ളേരെയൊക്കെ ഏറ്റവും മാന്യമായ സ്ഥാനത്ത് എങ്ങനെ കൊണ്ടുപോയി ആക്കാമെന്ന് നിങ്ങളെക്കാൾ വിചാരം ദൈവത്തിനുണ്ടെന്ന് ഈ വാക്യം അടിവരയിട്ട് വിശ്വസിക്കാൻ പറ്റുമോ? ദൈവത്തെ അനുസരിക്കുന്നവൻ്റെ പിള്ളേരെ, ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയവൻ്റെ മക്കളെ അതിമനോഹര സ്ഥാനത്താക്കണമെന്ന് ആരാ വിചാരിച്ചേ? ഈ ദൈവം, വിളിച്ച ദൈവം വിചാരിച്ചു. വിളിച്ച ദൈവം വിചാരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത്ര വിചാരമുള്ള ദൈവം നമ്മെ, നമ്മുടെ പിള്ളേരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചുമ്മാ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഒപ്പിക്കണം എന്നല്ല, എവിടെയെങ്കിലും ചുരുണ്ട് കിടന്നോട്ടെ കൊല്ലണ്ട എന്നല്ല, കർത്താവിനെ വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിച്ച് ഇറങ്ങിയാനുണ്ടല്ലോ, എൻ്റെ ദൈവത്തിൻ്റെ നിന്നെക്കുറിച്ചും നിൻ്റെ പിള്ളേരെക്കുറിച്ചുള്ള വിചാരം, കൊച്ചുമക്കളെക്കുറിച്ചുള്ള വിചാരം എന്നാണെന്നറിയാമോ? ഏറ്റവും മനോഹരമായൊരു സ്ഥാനത്ത് എൻ്റെ അബ്രഹാമിൻ്റെ പിള്ളേരെ കൊണ്ടാക്കണം. ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥാനത്ത് അവരെ ആക്കണം. അങ്ങനെ വിചാരമുള്ളൊരു ദൈവം എങ്ങനെ നിന്നെ അവിടെ എത്തിക്കാം എന്ന് ഓരോ ദിവസവും വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കുക, ദൈവമക്കളെ, ഇത് വായിച്ചപ്പോൾ നമ്മുടെ മേൽ വരുന്ന ഈ ശോധനയും പ്രോസസ്സുകളൊക്കെ എന്താണെന്നറിയാമോ? എങ്ങനെയെങ്കിലും പിശാചിന് നിന്നെക്കുറിച്ച് കുറ്റം പറയാനില്ലാത്ത രീതിയിൽ നിന്നെ തീക്കകത്തിട്ട് ഉരുക്കിയിട്ടാണെങ്കിലും എങ്ങനെ നിന്നെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് ആത്മീകമായി കൊണ്ടെത്തിക്കാമെന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിചാരത്തിൻ്റെ അനന്തര ഫലമാണ് പല ശോധനകളും. നിന്റെ കറ നീക്കാൻ, നീ യോഗ്യനാകാൻ. അവിടെ ഒരു വാക്ക് കണ്ടോ? എങ്ങനെ എന്നൊരു വാക്ക് കണ്ടോ? അതിനർത്ഥം അങ്ങനെയൊക്കെ വിചാരിക്കേണ്ട കാര്യമുണ്ടോ? എങ്ങനെ നിനക്കത് നിൻ്റെ പേരിൽ കൂട്ടിത്തരാം. ഗൂഢാലോചനയും തന്ത്രവും പറ്റിക്കലൊന്നും ദൈവത്തിൻ്റെ ഭാഗത്തില്ല. നീതിയോടെ വേണം എല്ലാം നടക്കാൻ. അപ്പോൾ എങ്ങനെ നിനക്കത് തരാം? ഞാൻ ഇന്ന് ഉറപ്പിച്ച് പറയുക, കർത്താവിന് ഭയങ്കര വിചാരമുണ്ട്. എങ്ങനെ നിന്നെ ഒന്ന് മാനിക്കാം, എങ്ങനെ നിന്നെ ഒന്ന് ഉയർത്താം, എങ്ങനെ നിന്നെ മനോഹരമായൊരു സ്ഥാനത്താക്കാം, നല്ലൊരു പദവിയിൽ നിന്നെ എങ്ങനെ കൊണ്ടെത്തിക്കാം എന്ന് ദൈവം തമ്പുരാൻ ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, വിചാരിക്കുകയാണ്. വാക്യം നിങ്ങൾ തള്ളിക്കളയരുത് കേട്ടോ. അത്രയ്ക്ക് വിചാരമുള്ള ഈ ദൈവത്തിനായി സ്തോത്രം. അടുത്ത വാക്കിനകത്ത് എഴുതിയിരിക്കുന്നത് അതിനേക്കാൾ ഗംഭീര. ദൈവം വിചാരിച്ചു. എന്ത് വിചാരിച്ചു? നീ എന്നെ അപ്പാന്ന് വിളിക്കും, ഒരിക്കലും എന്നെ വിട്ടുമാറുകയില്ലെന്ന് വിചാരിച്ചു. അത് നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ്. ദൈവം വിചാരിച്ചു, നീ ഒരിക്കലും എന്നെ വിട്ടുപോകില്ല, നീ എന്നും എൻ്റേതായിരിക്കും. ഈ ലോകം നിന്നെ മായാപ്രപഞ്ചം കാണിക്കുമ്പോൾ നീ എന്നെ ഇട്ടിട്ട് പോകില്ല. ആ ദൈവത്തിൻ്റെ സിൻസിയാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നു? നമുക്ക് തീരുമാനിക്കാം, നമുക്ക് ദൈവത്തോട് പറയാം, ഇല്ലപ്പാ, അങ്ങേ വിട്ടെങ്ങും പോകില്ലപ്പാ. നമ്മുടെ കഴിവുകൊണ്ടത് പറ്റില്ല. ദൈവത്തിൻ്റെ കൃപ ചോദിക്കാം. പ്രിയരെ, 2 വിചാരങ്ങൾ ആ വാക്കിനകത്തുണ്ട്. ഒന്ന്, നിന്നെ എങ്ങനെ മാനിക്കാം, നിന്നെ എങ്ങനെ ഉയർത്താം, മനോഹരമായൊരു സ്ഥാനത്ത് നിന്നെ എങ്ങനെ കൊണ്ടെത്തിക്കാം, നിൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഉയർത്താം എന്ന് വിചാരിക്കുന്ന ദൈവം. 2, എൻ്റെ കയ്യിൽ നീ അനുഗ്രഹമെല്ലാം വാങ്ങിച്ച്
ഇതനുഭവിക്കുമ്പോൾ നീ എന്നെ ഒരിക്കലും വിട്ടുമാറില്ല. എന്നെ അപ്പാന്ന് വിളിച്ച് എൻ്റെ മടിയിൽ കയറിയിരിക്കും. ദൈവം സ്വപ്നം കാണുന്നവനാ. ദൈവം വിചാരിച്ചു. ഈ രണ്ട് ദൈവത്തിൻ്റെ വിചാരങ്ങളെയും നമുക്കൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമുക്ക് ഒന്ന് നമ്മളെക്കുറിച്ചുള്ള വിചാരം, രണ്ടും നമ്മളെക്കുറിച്ചാണ്. രണ്ടും നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ടുണ്ടാകുമെന്ന വിചാരം. ഒന്ന് നിനക്കിങ്ങോട്ട് എന്ത് തരാമെന്ന വിചാരം. രണ്ട് നിൻ്റെ ഭാഗത്തു നിന്ന് എന്തുണ്ടാകുമെന്ന വിചാരം. ഈ രണ്ട് വിചാരങ്ങളെയും നമുക്ക് മനതാരിൽ കരുതാം. കൃപയ്ക്കായി നിൽക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അബ്രഹാം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇന്നത്തെ ഇറാഖിൽ നിന്ന് അങ്ങ് വിളിച്ചപ്പോൾ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടിറങ്ങി വന്നപ്പോൾ ആ യാത്ര മുഴുവൻ ദൈവത്തെ പ്രതീക്ഷിച്ച് സന്തതി പരമ്പരകൾ വിശ്വസിച്ച് ദൈവത്തിൻ്റെ പക്കം ചേർന്ന് നിന്നപ്പോൾ ആ അപ്പനോടുള്ള പ്രതിബദ്ധതയിൽ ആ അപ്പൻ്റെ മക്കളെ എങ്ങനെ മാനിക്കാം, എങ്ങനെ ഉയർത്താം, എങ്ങനെ അതിമനോഹര സ്ഥലത്താക്കാമെന്ന് വിചാരിച്ച സർവശക്തിയുള്ള ദൈവമേ, അങ്ങയുടെ ഓമനപുത്രനെ തന്ന് ആ ചോര കൊണ്ട് മക്കളും അവകാശികളുമാക്കി തീർത്ത ഞങ്ങളെക്കുറിച്ച് എത്രയോ വിചാരങ്ങൾ, ഞങ്ങളെ എങ്ങനെ ആക്കിയെടുക്കാം, ഉയർത്തിയെടുക്കാം എന്ന വിചാരം അങ്ങേക്കുണ്ടെന്നറിയാം. ഞങ്ങളുടെ ഭാഗത്ത് നിന്നും അപ്പാ അപ്പാ എന്ന് വിളിച്ച് അങ്ങയുടെ കൂടെ നിൽക്കും എന്നുള്ള വിചാരം ഉണ്ടെന്നറിയാം. ഇത് ഞങ്ങൾ തിരിച്ചറിയുന്നു, ഗ്രഹിക്കുന്നു. അങ്ങയുടെ പക്കം നിൽക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ.